ഞങ്ങളെ അച്ഛനിങ്ങനെ കേറിയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ചിരിക്കുന്നു. നിങ്ങളൊക്കെ ഞെട്ടു അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടു. ഈ തൊപ്പി എപ്പോഴും വെക്കോ? ഈ തൊപ്പി എപ്പോഴും വെക്കോ? ഇടക്ക് മാറ്റും. കിടക്കുമ്പോ മാത്രമേ മാറ്റുള്ളൂ. കാരണം ഞാൻ അന്ന് ഒരു ഇതിൽ കണ്ടപ്പോഴേ, ഒരു ഫോട്ടോയിൽ കണ്ടപ്പോഴേ ഈ തൊപ്പി ഉണ്ടായിരുന്നു സ്ഥിരം. അതാ ഞാൻ ചോദിച്ചേ. വേറെ ഉണ്ടോ? തൊപ്പിയിട്ട് ഫോട്ടോ ഉണ്ടോ? ആണോ? ഓ നമ്മളുള്ളത് കാസർഗോഡ് ജില്ലയാണല്ലേ. നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്താ? നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? കുഞ്ഞിപ്പാറ. എനിക്ക് അച്ഛൻ പറഞ്ഞു കേട്ടാ മതി. അച്ഛനെ കൊണ്ട് പറയിക്കാനല്ലേ ചോദിക്കുന്നേ. എത്ര വയസ്സായെന്നറിയാവോ? 94 കഴിയാനായി. 94 കഴിയാനായി. ഇപ്പൊ 95 പറയാം. 95 ആയി എന്ന് പറയാം. അങ്ങനെ പറയാൻ പാടില്ലേ? 6 മാസം ഉണ്ടാ? ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കൂലല്ലേ? 94 എന്ന് പറഞ്ഞാ മതി. ഏതാ എന്നാണ് ജനിച്ചത്? ഇതൊക്കെ ഓർമ്മയുണ്ടോ? വർഷവും മാസവും ഒക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല? ഓർമ്മയില്ലേ? അപ്പൊ ചുമ്മാ പറയുന്ന കേട്ടോ 94 എന്നൊക്കെ. ആണോ? 94 ചുമ്മാ പറയുന്നതെന്ന് ഞാൻ പറയുന്നു. തർക്കിക്കാനൊന്നും ഇല്ല. ഒന്നും തർക്കിക്കാനില്ല. ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യം നോക്കാം. എന്നിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എപ്പോഴും ചിരിയാണ് അച്ഛന്. ഇവിടെ ഉള്ളവർക്ക് ദേഷ്യപ്പെടും. ഈ പേരക്കുട്ടികളെയൊക്കെ വഴക്കുറിയോ? ഈ പേരക്കുട്ടികളെയൊക്കെ എന്റെ മനസ്സിലാവുന്നുണ്ടോ? എന്റെ മലയാളം, എറണാകുളത്തെ മലയാളം ഞാൻ വിചാരിച്ച കാസർഗോഡുകാരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ളത് പോലെ എൻ്റെ ഇത് മനസ്സിലാവുന്നുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ലല്ലേ? ഞാൻ നല്ലോണം പറയുന്നുണ്ടല്ലേ? ഈ കുട്ടികളെയൊക്കെ ചീത്ത പറയോ ദേഷ്യത്തില്? എന്തിന്? നമ്മളിപ്പോ കുട്ടികളെ പോലെ ആയില്ലേ? ഈ തൊപ്പി പോകുമ്പോ എനിക്ക് തരുമോ? തരൂലെന്ന്. ആണാ? അതിന്റെ ഉള്ളിൽ കാശുണ്ടാകുമെന്ന് ഞാൻ സൂത്രം കേട്ടാ. അതാണ് വരാത്തല്ലേ? അതിനുള്ളിലുണ്ടോ കാശ്? ഉണ്ടോ? അത് ഒന്ന് കാണിച്ച കാണാൻ. അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വെച്ചേക്കണെന്ന് കാണാനാ. ഞാൻ എടുക്കൂല. ചിരിക്കുന്നൊക്കെ ഒന്ന് കാണിച്ചതാ. നോക്ക്, കണ്ട, ഇതാണ് തൊപ്പിയുടെ രഹസ്യം. ഇനി ഞാൻ എടുത്തോട്ടെ ഇത്? ഇനി വേണമെങ്കിൽ എടുത്തല്ലേ? അതാണുള്ളത്. പാവം. ഇവിടെ എവിടെ വെച്ചേക്കണെന്ന് കാണാനാ ഞാൻ ചോദിച്ചേട്ടോ. ഞങ്ങൾ അച്ഛൻ്റെ പണിസ്ഥലത്തേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ കിളക്കുകയും പറമ്പിലൊക്കെ മൊത്തം നടന്ന് പണിയെടുക്കുന്ന ആളാട്ടോ. മരത്തിലൊക്കെ കയറും മുളകൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. കുരുമുളക് പറിക്കാനല്ലേ? കുരുമുളക് പറിക്കാനേ മുകളിൽ കയറി അങ്ങ് പറിക്കും ആള്. അതേ കണ്ടോ? അപ്പം നമുക്ക് ഞങ്ങളുടെ എന്താ പറയുക, കുടുംബ സുഹൃത്തുക്കളാണ് സന്തോഷ് ചേട്ടനും ഫാമിലിയും. അപ്പോൾ ചേട്ടനാ പറഞ്ഞു ഇവിടെ നമുക്ക് അടുത്ത് ഇങ്ങനൊരു അച്ഛനുണ്ടെന്നുള്ളത്. രാവിലെ എത്ര മണിയാകുമ്പോൾ തുടങ്ങും ഈ പണിയൊക്കെ? 8-9 തുടങ്ങും. എന്നിട്ട് എപ്പോഴാ ഫുഡ് കഴിച്ചിട്ടാണോ വന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണോ പോയി കഴിക്കണേ? ചായ കുടിച്ചിട്ട് വരും. അത് ഒരു 10 മണി 10:30 ആകുമ്പോൾ പോയി കിടക്കും, വിശ്രമിക്കും അല്ലേ? എന്നിട്ട് പിന്നെ ഇറങ്ങുമോ പണിയെടുക്കാൻ? പിന്നെ ഇറങ്ങുമൊന്നുമില്ല. പിന്നെ പോയി ചായ കുടിക്കോ. ഇപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാനാണ് ഇഷ്ടം അല്ലേ? പിന്നെ എന്താണ്ട് എനിക്ക് ആ മക്കളൊന്നുമില്ല, എല്ലാം പെണ്ണാണ്. അപ്പൊ അതുകൊണ്ട് ചാവുന്നവരെ കിടക്കണം. മരണം വരെ പണിയെടുത്തോണ്ടിരിക്കണം അല്ലേ? അതാണ് ഇഷ്ടം. ഒരുപാട് പേർക്ക് മാതൃകയാണ് അച്ഛൻ. കണ്ടുപിടിക്കരുതേ ഉറുമ്പ് കയറിപ്പോയി. അറിഞ്ഞില്ലേ? ഉറുമ്പ് കയറിപ്പോയി. അതെ എൻ്റെ കയ്യിൽ വന്നു. ഇതൊക്കെ ഇങ്ങനെ പതിവാണല്ലേ കയറിപ്പോവല്? ചിരിക്കുന്നു. ഒരു ഉറുമ്പ് കയറിയാണ് ഞാൻ ഉറുമ്പെന്ന് പറഞ്ഞേന്. പണ്ടത്തെ ഭക്ഷണ രീതികളൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെയാണോ ഇങ്ങനെ ആരോഗ്യമെന്ന്? പിന്നെ എന്താണ്ട്? അപ്പൊ എന്തൊക്കെയാ കഴിച്ചിരുന്നേ? അന്ന് കൊഴുത്ത വെള്ളം, പഴം എന്നിട്ട് കൊഴുത്ത വെള്ളം. എന്തുവാന്ന്? ചോറില് തലേന്നത്തെ കഞ്ഞി, കൊളുത്ത കഞ്ഞിവെള്ളം. കൊളുത്ത കഞ്ഞിവെള്ളം.
ഓക്കെ ഓക്കെ, ഞാൻ കേട്ടത് കൊഴുത്ത പഴമെന്നാണ്. കൊഴുത്ത കഞ്ഞിവെള്ളം, പിന്നെന്താ? പിന്നെ എന്നിട്ട് അങ്ങ് പോകുമ്പോ എനിക്ക് ഓ, അത് കഴിച്ചിട്ടങ്ങ് പോവും. പഴങ്കഞ്ഞി ഇല്ലേ, പഴങ്കഞ്ഞി. ആ, പഴങ്കഞ്ഞിയാണ് നമ്മുടെ മെയിൻ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ? പഴങ്കഞ്ഞിയാണ്. ഇപ്പൊ പഴങ്കഞ്ഞി കഴിക്കാറുണ്ടോ? ഇല്ല, ഇപ്പൊ പഴങ്കഞ്ഞിയൊന്നും ഇല്ല, എല്ലാം പുതിയ കഞ്ഞി തന്നെ അല്ലേ? പുതിയ പഴകഞ്ഞി വെച്ചോളം തരും. ഇതെല്ലാം പുതിയതാണ്. അപ്പൊ പഴങ്കഞ്ഞിയാണ് നമ്മുടെ രഹസ്യം ആരോഗ്യത്തിന്റെ. ഇന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് പഴങ്കഞ്ഞിയൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ. ആ, ഇപ്പൊ കടകളിലൊക്കെ പഴങ്കഞ്ഞി കിട്ടും. ഈ കാസർഗോഡ് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ പോയാൻ ചെയ്തിന്, പക്ഷെ ഞാൻ പോയിന്ന് എനിക്കറിയില്ല. അറിയൂലേ? ആണോ? പോയിട്ടുണ്ട്. ഞാൻ കൊടകിൽ വരെ പോയിട്ടുണ്ട്. കൊടകിൽ പോയിട്ടുണ്ടല്ലേ? ആ, അവിടെ ഞങ്ങളുടെ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടോ? എറണാകുളം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇങ്ങോട്ടാണ് പോയേക്കണേ അല്ലേ? കർണാടകയാണ് അടുത്തല്ലോ. ആ അല്ലേ? അപ്പൊ കൊടകിൽ പോയിട്ടുണ്ട്. ജീവിക്കണ്ടേ? പിന്നെ എത്ര വയസ്സ് മുതലാണ് അച്ഛൻ ഇങ്ങനെ പണിയെടുക്കാനൊക്കെ തുടങ്ങി? ചെറുതിലെ ഏത് പ്രായത്തിൽ തുടങ്ങി എടുക്കുന്നുണ്ട്? ഞാൻ 8 വയസ്സിൽ കല്ല് നോക്കാൻ. 8 വയസ്സ് തുടങ്ങി. അപ്പൊ തുടങ്ങിയ പണിയാണ്. അച്ഛന് വേറെ ചേട്ടനനിയന്മാരൊക്കെ ഉണ്ടായിരുന്നോ? ഓഹോ. ആര്? എത്ര പേരുണ്ടായിരുന്നു നിങ്ങള്? ഒരു ഏട്ടനും ഉണ്ടായിരുന്നു, ഒരു ഏച്ചിയും ഉണ്ടായിരുന്നു. 3 പേരുണ്ടായുള്ളൂ. പണ്ടൊക്കെ കുറെ മക്കളുണ്ടാവുമല്ലോ, അതാ ഞാൻ ചോദിച്ചേ. അങ്ങനെ ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ 8 വയസ്സ് തുടങ്ങി പണിയെടുക്കാൻ തുടങ്ങിയാ? എന്ത് പണിയെടുത്ത് 8 വയസ്സിൽ? എന്താണ്? കാലിനെ മേയ്ക്കല്. കാലിനെ മേയ്ക്കല് അല്ലേ? അതായത് പശുവിനെ മേയ്ക്കലായിരുന്നു. അന്ന് പൈസ തരുമോ? പിന്നെ വേറെ മുതലാളിമാരുടെയൊക്കെ ആണോ മേയ്ക്കാൻ പോണേ? അപ്പൊ പൈസ കിട്ടും അല്ലേ? പിന്നെ നെല്ല് കിട്ടും. ആ നെല്ലാണ് നമ്മൾ കഴിക്കുന്നത്, അതാണ് നമ്മുടെ ഭക്ഷണം. നെല്ലോ മുക്കാല് നെല്ലോ കിട്ടും. എല്ലാ ദിവസവും കിട്ടും. എല്ലാ ദിവസവും പോയാൽ എല്ലാ ദിവസവും കിട്ടും. ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പം കിട്ടും ഇത്. അങ്ങനെയാണോ? അല്ല, 2 ദിവസം ഒരു ദിവസം കിട്ടും. ഓ, അങ്ങനെയാണ്. അടക്ക പറിക്കാൻ കയറുമോ ഇപ്പൊ? അതാവില്ല. ഇപ്പൊ അടക്ക പറിക്കലില്ല. ഞാൻ തെങ്ങും കേറൂല. പിന്നെ എന്ത്? ഞാൻ ഈ മരത്തിൽ കയറുന്ന കണ്ടതാ, ഞാൻ ചോദിച്ചേ. അതെന്തുമേല കയറണേ? മുളക് പറിക്കാൻ, കുരുമുളക് പറിക്കാൻ അല്ലേ? അതിപ്പോഴും കേറും, ഒരു പേടിയില്ല, മടിയുമില്ല. അതാരാ? അത് കപ്പലേ. അവരൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്നെ കണ്ടു പഠിക്കടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ആണ്. പേരക്കുട്ടിയുടെ പ്രായം, പേരക്കുട്ടിയാണ് സ്ഥാനം അല്ലേ? അവർക്കൊന്നും ഇതൊന്നും പറ്റൂല അല്ലേ? അവർക്കൊന്നും തെങ്ങേക്കയറലും മരത്തേക്കയറലൊന്നും പറ്റൂല. അതെ, അതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ടില്ല, അവരൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെയും ചോദിക്കോട്ടെ, എനിക്ക് തൊപ്പി തരുമോന്ന് പോണേന് മുമ്പ്? ഈ തൊപ്പി പഴയതായില്ലേ, അപ്പൊ എനിക്ക് തന്നൂടെ? വേറെ തരുമോ? ആണ്. താങ്ക് യു. ഒരു പൂജ വെച്ചപ്പോ പൂക്കാലം തന്ന പോലെയാണ്, ഒരു തൊപ്പി വെച്ചപ്പോ എനിക്ക് ഇഷ്ടം പോലെ തൊപ്പി ആയല്ലോ. ദൈവമേ, ഇതൊന്നും കൂടെ തരുമോന്നാണ് ചോദിച്ചത്, വേറൊന്നും കൂടി തരുമോന്നല്ല ചോദിച്ചത്. ഇത് അച്ചാച്ചന്റെ കൈ കൊണ്ട് എനിക്ക് തരുമോന്നാ നേരത്തെ ചോദിച്ചേ. പാവം, അത് മനസ്സിലായില്ല. അതാണ് അതല്ല പറഞ്ഞത്. അയാള് വീഡിയോ എടുത്തപ്പോഴേ അതിനകത്ത് കിട്ടിയില്ല, ഇത് അച്ചാച്ചൻ എനിക്ക് തരുന്നത് കിട്ടിയില്ല. അതിനകത്ത് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ ഇതെന്റെ കയ്യിലോട്ട് തരുമോന്നായിരുന്നു ചോദിച്ചേ. അപ്പൊ എനിക്ക് 2 എണ്ണം തന്നേക്കണം. തരില്ല, ഇത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു തരാം. ഇതിന് ഇതുപോലെ ആരെങ്കിലും വരുമ്പോ കൊടുത്താൽ മതി അച്ചാച്ചൻ. താങ്ക് യു. നന്ദി, ധന്യവാദ്, ശുക്രിയ. ഇത് വെറ്റിലല്ലേ? ഇത് അച്ഛൻ പറിച്ചെടുത്ത് കൊടുക്കുവോ ഇത്? എന്തിനാ ഇത്? ഓ, മുറുക്കാൻ വേണ്ടി, അവനവനെ മുറുക്കാൻ വേണ്ടി. ഇതെന്താ, അടക്കയാ? അതാണ് എനർജി അല്ലേ? എന്നോട് പറഞ്ഞു തന്നില്ല. പഴങ്കഞ്ഞിയാന്ന് പറഞ്ഞു കളഞ്ഞെന്നോട്. ഇതും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ഭയങ്കര പ്രചോദനമാണ്. അച്ഛനെ പോലെയുള്ളവര് മറ്റുള്ളവർക്കേ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ വിഷമിച്ച് പോകണം. ഞാൻ തൊപ്പിയൊക്കെ വെച്ചാൽ നിൽക്കുന്നില്ലേ, തൊപ്പിയൊക്കെ വെച്ചിട്ട് ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ തകർന്നു പോകണം. നമ്മളുടെ ഒരു തലമുറയ്ക്കൊക്കെ ഈ അച്ഛൻ ഭയങ്കര ഒരു പ്രചോദനം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുണ്ട് സമൂഹത്തിൽ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വിലപ്പെട്ട സമയം
ഞങ്ങൾക്കും തന്നതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. താങ്ക്സ് എന്ന് പറയരുതെന്ന് പറഞ്ഞു. ഒത്തിരി നന്ദി. ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേടി നിന്നോട് താങ്ക്സ് എന്ന് പറയരുതെന്ന്. അതാണ് ആ ചിരിയുടെ അർത്ഥം. ഞാൻ മാറ്റി നന്ദി കേട്ടോ. എന്നാ പൊക്കോട്ടെ. കണ്ടല്ലോ, അതെ ഇതൊക്കെയാണ് മുണ്ടിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ്. ഇതൊക്കെയാണ് എനർജി. പക്ഷെ നമ്മളോടൊന്നും പറഞ്ഞു തരില്ല, പഴങ്കഞ്ഞിയാന്നേ പറയുള്ളൂ. എന്നാൽ ഞങ്ങൾ പോവാണ്. ഒരു ടാറ്റ പറയാമോ? ഈ ചിരി മതിയല്ല, ടാറ്റ എന്തിനാണ്? എന്നാ ഞാൻ ടാറ്റ പറഞ്ഞ് പോവാട്ടാ. ബൈ. ഇനി എപ്പോഴെങ്കിലും ഇതിലേ വരുമ്പോ ഞാൻ കേറുവേ. അപ്പൊ നീ ഏതാണെന്നൊന്നും ചോദിച്ചേക്കരുത്. ഓർത്ത് വെച്ചോളണം മുഖം. എനിക്ക് ചിരിയൊന്നുമില്ലെന്ന്. പിന്നെ ഇത് എന്താണാവോ? മനസ്സിലാവൂന്ന്. തിരിയൂലെന്നല്ലേ? അപ്പൊ ഞാൻ വന്ന് ഇതുപോലെ പറഞ്ഞെന്നാ മനസ്സിലാവുമല്ലോ. അന്ന് വന്ന് തൊപ്പിയും മേടിച്ചോണ്ട് പോയതാണെന്ന് പറഞ്ഞ ഇത് കിട്ടിയിട്ട് ഐശ്വര്യം ഉണ്ടാവണുണ്ടാന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെയൊക്കെ എനിക്കും പൈസ വെക്കാൻ പറ്റട്ടെ കേട്ടോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഇതിനകത്ത് തൊപ്പിയുടെ അകത്ത് നിറച്ച് പൈസയും കൊണ്ട് വരാം. പോട്ടെ.